രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് IEX ഇന്നത്തെ ദിവസം 12% ഇടിഞ്ഞ് 211 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 18,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 50, ഡിവിഡൻഡ് ഈൽഡ് 1.18%. ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 12% റിട്ടേൺ നൽകി. 6 മാസം കൊണ്ട് സ്റ്റോക്ക് 61% റിട്ടേൺ നൽകി. IEX എന്ന സ്റ്റോക്ക് 200 രൂപയ്ക്ക് മുകളിൽ ബ്രേക്കൗട്ട് നൽകിയതിനു ശേഷം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് വരികയായിരുന്നു. സ്റ്റോക്ക് 240 രൂപയുടെ 52 വീക്ക് ഹൈയിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ഇന്ന് മാർക്കറ്റ് കപ്ലിങ്ങുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത്. 2025 ഫിനാൻഷ്യൽ ഇയറോടുകൂടി മാർക്കറ്റ് കപ്ലിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളൊരു അപ്ഡേറ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ IEX എന്ന സ്റ്റോക്ക് 12% ഇടിഞ്ഞു. IEXൻ്റെ ബിസിനസ് മോഡലിൽ ഏറ്റവും വലിയ ത്രെറ്റനിങ് ആയി മാറിയത് മാർക്കറ്റ് കപ്ലിംഗ് ആയിരുന്നു. IEX പവർ ട്രേഡിങ്ങിന് ആവശ്യമായ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. പവർ ട്രേഡിങ്ങിന് വിവിധ കമ്പനികൾ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും IEXൽ നടക്കുന്ന പവർ ട്രേഡിങ്ങിൻ്റെ വിലയാണ് മറ്റുള്ള കമ്പനികൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ വിവിധ പവർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളെ തമ്മിൽ കണക്ട് ചെയ്ത് ഈ പവർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ യൂണിഫോം മാർക്കറ്റ് ക്ലിയറിംഗ് പ്രൈസ് നിശ്ചയിക്കാൻ തീരുമാനിച്ചതിനെയാണ് മാർക്കറ്റ് കപ്ലിംഗ് എന്നറിയപ്പെടുന്നത്. മാർക്കറ്റ് കപ്ലിംഗ് വരുന്നതോടുകൂടി പവർ ട്രേഡിംഗ് സെഗ്മെൻറ്റിലെ IEXൻ്റെ മൊണോപ്പൊളി നഷ്ടമാകും. ഈ ന്യൂസാണ് IEX എന്ന സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താൻ ഇൻവെസ്റ്റേഴ്സിനെ പ്രേരിപ്പിച്ചത്. വിവിധ ടെക്നിക്കൽ അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ IEX എന്ന സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് തുടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 180 എന്ന ലെവൽ വരെ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നേക്കാം എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. IEXനെ സംബന്ധിച്ചിടത്തോളം 136 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് റേഞ്ച് കൂടിയാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 200 റേഞ്ചിന് മുകളിലാണ് ക്ലോസിംഗ് നൽകിയത്. 10-day 20-day സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചിന് താഴെയും 30-day 50-day 100-day ഈവൻ 200-day സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിലുമാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ടെക്നിക്കലി സ്റ്റോക്ക് 212 എന്ന ലെവലിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 200 വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. 200 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് 180 വരെ ഇടിയാൻ സാധ്യതയുണ്ട്. സ്റ്റോക്കിൽ ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു കഴിഞ്ഞു. 200 എന്ന ലെവൽ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ സ്റ്റോക്ക് ഡൗൺവേർഡ് ട്രെൻഡിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇടിയാൻ സാധ്യതയുള്ള മറ്റൊരു സ്റ്റോക്കാണ് EC ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ്. EC ട്രിപ്പ് പ്ലാനേഴ്സ് ഇന്ന് 1.3% ഇടിഞ്ഞ് 40 രൂപ 99 പൈസയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 7,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 64.92, ഡിവിഡൻഡ് ഈൽഡ് 0.24%, 52 വീക്കായി 54, 52 വീക്കിലോ 37. ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 1% റിട്ടേൺ നൽകി. ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 2% നെഗറ്റീവ് റിട്ടേണാണ് നൽകിയത്. EC ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ നാളെ കമ്പനിയുടെ 8.5% സ്റ്റേക്കുകൾ ഓഫ്ലോഡ് ചെയ്തേക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാളെ ഈ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യേണ്ടത്. കമ്പനിയുടെ പ്രൊമോട്ടറായ നിഷാന്ത് പിട്ടി ഈ കമ്പനിയുടെ 15 കോടി ഷെയറുകളായിരിക്കും നാളെ ഡിസ്കൗണ്ട് പ്രൈസിൽ 38 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഓഫ്ലോഡ് ചെയ്യുക. ഇത് EC ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റാണ്. 40 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്ക് സപ്പോർട്ട് പ്രൈസിലാണ്. 38 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. 37 രൂപ 50 പൈസ തുടങ്ങിയ റേഞ്ചുകളിൽ സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിച്ചേക്കാം. ഈ റേഞ്ച് വരെ സ്റ്റോക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്